സർക്കാർ ഈ ആഴ്ച വിളിച്ചു ചേർത്തിരിക്കുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വനിതാ സംവരണമല്ലെന്നും മണ്ഡല പുനർനിർണയമാണെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ അവർ കടുത്ത വിമർശനം ഉന്നയിച്ചത്. നിലവിൽ പുറത്തുവരുന്ന അനൌദ്യോഗിക വിവരങ്ങൾ പ്രകാരം സർക്കാരിന്റെ മണ്ഡല പുനർനിർമ്മാണ പദ്ധതി അതീവ അപകടകരമാണെന്നും ഇത് ഭരണഘടനയ്ക്ക് മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമാണെന്നും സോണിയാഗാന്ധി ആരോപിച്ചു. തമിഴ്നാട്, പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായിരിക്കുന്ന ഈ സമയത്ത് ഇത്തരമൊരു സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനാണെന്ന് അവർ വിമർശിച്ചു. പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നും സോണിയാഗാന്ധി പറഞ്ഞു. ജനസംഖ്യാ നിയന്ത്രണത്തിലും കുടുംബക്ഷേമ പദ്ധതികളിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെയും ചെറിയ സംസ്ഥാനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന രീതിയിലാകരുത് മണ്ഡല പുനർനിർണയമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അംഗബലം വർദ്ധിപ്പിക്കുന്നത് രാഷ്ട്രീയ നീതി ഉറപ്പാക്കിക്കൊണ്ടായിരിക്കണമെന്നും സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു.